മുഹമ്മദ് റിയാസ് ബേപ്പൂരിൽ നിന്ന് വരുന്ന MLA. കടുത്ത പോരാട്ടം അവിടെ നടന്നു. ഈ പറഞ്ഞ കടുത്ത UDF തരംഗം, PV നൂർ ഉയർത്തിയ വലിയ ഭീഷണി, അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് PA മുഹമ്മദ് റിയാസ് ബേപ്പൂരിന്റെ MLA. ബേപ്പൂരിന് പ്രിയപ്പെട്ടവരാണ് എന്നത് തർക്കം വേണ്ട. ഇത്ര വലിയ തർക്കം ഉണ്ടാകുമ്പോഴും ഇത്ര വലിയ പോരാട്ടം ഉണ്ടാകുമ്പോഴും റിയാസ് എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. CPM സംസ്ഥാന സെക്രട്ടറി അംഗമാണ്, മുൻ പൊതുമരാമത്ത് മന്ത്രിയാണ്. ബേപ്പൂരിൽ രണ്ടാം തവണ നിയമസഭയിലേക്ക് എത്തുകയാണ്. കടുത്ത UDF തരംഗം കാറ്റാഞ്ഞു വീശിയപ്പോഴും കോഴിക്കോട്, പ്രത്യേകിച്ച് കോഴിക്കോട് പല കോട്ടകളും ഇടിഞ്ഞു പൊളിഞ്ഞ് വീണപ്പോഴും LDF ബേപ്പൂരിനെ കാത്ത നേതാവാണ് PA മുഹമ്മദ് റിയാസ്. PA മുഹമ്മദ് റിയാസ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നു. അവിടെ PV അൻവർ ഉയർത്തിയ വെല്ലുവിളി എല്ലാവർക്കും അറിയാം. അതിനുശേഷം നടത്തിയ ബെറ്റ്, മൊട്ടയടിക്കൽ, കടുക്കനടൽ ഒക്കെ ഉള്ളതൊക്കെ ഈ തെരഞ്ഞെടുപ്പിലെ കൗതുകങ്ങളൊന്നായിരുന്നു. പക്ഷെ അതൊന്നും സംഭവിച്ചില്ല. PA മുഹമ്മദ് റിയാസ് വിജയിക്കുന്നു. PA മുഹമ്മദ് റിയാസ് സംസ്ഥാന കമ്മിറ്റി അംഗമാണ്, CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ്. അദ്ദേഹം G. സുധാകരൻ പാർട്ടിയുടെ ഏറ്റവും മുതിർന്ന നേതാവാണ്. അദ്ദേഹം ഒരു പൊതുമരാമത്ത് മന്ത്രിയായിരുന്നു. അപ്പോൾ ഒരു മുൻ പൊതുമരാമത്ത് മന്ത്രി, ഒരു മുൻ പൊതുമരാമത്ത് മന്ത്രിക്ക് അസ്ഥാനമുള്ള ദൃശ്യങ്ങൾ. മുഹമ്മദ് ഷിയാസ് കൊച്ചിയിൽ നിന്നുള്ള അംഗം. മുഹമ്മദ് ഷിയാസ് VD സതീശന്റെ വലങ്കൈ എന്നൊക്കെ വിളിക്കാവുന്ന നേതാവ്, 49-കാരൻ. യൂത്ത് ബ്രിഗേഡ്, ആ യൂത്ത് ബ്രിഗേഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ, DCC അധ്യക്ഷൻ, രോഷാകുലനായ ഒരു ഏറ്റവും നന്നായി പെർഫോം ചെയ്ത DCC അധ്യക്ഷന്മാരൊരാളാണ് ഷിയാസ്. ഞാൻ നിയമസഭയിലെ ഒരു അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വാസ്യതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. അപ്പോൾ 49-കാരനായ മുഹമ്മദ് ഷിയാസ് സത്യപ്രതിജ്ഞ ചെയ്ത് കൊച്ചിയുടെ അമരക്കാരനായി നിയമസഭയിലേക്ക് പോവുകയാണ്. എന്തായാലും കോൺഗ്രസിന്റെ പല സമരമുഖങ്ങളിലും സജീവ പോരാളിയായിരുന്ന മുഹമ്മദ് ഷിയാസ്, അതുപോലെ തന്നെ കോൺഗ്രസിന്റെ പല ചർച്ചകളിലും കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് കോൺഗ്രസിന്റെ ഒരു മുഖമായിരുന്ന വക്താവായിരുന്ന മുഹമ്മദ് ഷിയാസ് ഇപ്പോൾ കൊച്ചിയെ പ്രതിനിധീകരിച്ച് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുകയാണ്. അദ്ദേഹവും ഒരു കന്നി അംഗത്തിൽ ജയിച്ചു വരുന്ന ഒരു പുതുമുഖ നവാഗത പ്രതിഭയാണ് ഈ 16-ാം നിയമസഭയിൽ. കണ്ണൂരിൽ നിന്ന് ടി. മോഹനൻ. K. സുധാകരൻ മത്സരിക്കാൻ ആഗ്രഹിച്ച സീറ്റാണത്. അദ്ദേഹം അതിനുവേണ്ടി ഡൽഹിയിൽ പോയി നടത്തിയ ശ്രമങ്ങളൊക്കെ ഇലക്ഷൻ സ്ഥാനാർത്ഥി പ്രഖ്യാപന ദിവസത്തെ ഏറ്റവും ആകാംക്ഷാഭരിത മുഹൂർത്തങ്ങളൊന്നായിരുന്നു. K. സുധാകരന്റെ സമ്മർദ്ദതന്ത്രങ്ങൾ, അത് വിജയിക്കാതെ പോകുന്നത്. അതിനുശേഷം T. മോഹനൻ സ്ഥാനാർത്ഥിയാവുന്നു. T. മോഹനൻ അവിടെ വലിയ ഭൂരിപക്ഷത്തിലാണ് ഇക്കുറി കടന്നപ്പള്ളിയെ തോൽപ്പിച്ച് 60-കാരൻ T. മോഹനൻ സഭയിലേക്ക് എത്തുന്നത്. T. മോഹനൻ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നുണ്ട്. ഇപ്പോഴും ഒന്നും ആയിട്ടില്ല. ഇനിയിപ്പോൾ 58 ആയിട്ടുള്ളൂ. അടുത്ത AC മൊയ്തീൻ, കുറുക്കോളി മൊയ്തീൻ, മോൻസ് ജോസഫ്, മുഹമ്മദ് മോഹസിൻ. T. മോഹനൻ എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. ടി. മോഹനൻ കണ്ണൂരിൽ നിന്നുള്ള MLA ആയി അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ്. 60-കാരനായ ടി. മോഹനൻ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. നമുക്കറിയാം കണ്ണൂരിലൊക്കെ ആരായികം മത്സര രംഗത്തേക്കെത്തുക എന്നൊക്കെയുള്ളതിൽ ഒരു അനിശ്ചിതാവസ്ഥ അവസാന നിമിഷമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് T. മോഹനനിലേക്ക് ആ സ്ഥാനാർത്ഥിത്വം എത്തുന്നു. അദ്ദേഹം വിജയിച്ച് നിയമസഭയിലേക്കെത്തി MLA ആയി സത്യപ്രതിജ്ഞ ചെയ്തു. AC മൊയ്തീൻ മുതിർന്ന അംഗമാണ്, കുന്നംകുളത്തെ പ്രതിനിധീകരിക്കുന്ന നിയമസഭാ സാമാജികനാണ്. അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യാൻ എത്തിയിരിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.